ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ 5G എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഇനി പ്രോസസ്സർ പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6400 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഉണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 4GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR4Xൻ്റെ റാമൊക്കെയാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വൈആർ ബ്ലാസ്റ്റർ എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില ഫോണുകളിലൊക്കെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടെക്നോ പോപ്പ് 9 5G എന്ന സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയുടെ G35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. എന്നാലും അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസായിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 50 മെഗാപിക്സൽ ഒരു മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. അത്രേ ഉള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉള്ളൊരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G35 5Gയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 ആണ്. IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് നല്ലൊരു IP റേറ്റിംഗ് ആണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോണിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G35 5G അതുപോലെ തന്നെ പോക്കോ M6 5G ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പിന് വെച്ച ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. ഇപ്പം HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തു എന്നുള്ള സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. അതും ഇവിടെ മിസ്സിംഗ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M6 5Gയിലും അതുപോലെ തന്നെ മോട്ടോ G35 5Gയിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ പഞ്ചോൾ ഡിസൈനും കൂടി അതിൽ വരുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന 670 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും 5G ഫോണുകളൊക്കെ തന്നെയാണ്. അപ്പം ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 99,990 രൂപയാണ്. ഓഗസ്റ്റ് 21 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിയാണ്, നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള തിരക്കില്ലാത്തൊരു ഫോൺ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന് പകരം പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിലും ഒരു 5G പ്രോസസ്സർ വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അതിലും ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് വെച്ചാൽ ലാവ സ്റ്റോം പ്ലേ 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 7060 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. അപ്പം ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.